ഞാനൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഒരു സാധനം എൻ്റെ കഴുത്തിൽ ഭയങ്കരമായിട്ട് കൊണ്ട് കുഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേദന. അതിനെപ്പറ്റി ഓർക്കാത്തപ്പോൾ വേദനയില്ല, അതിനെപ്പറ്റി ഇങ്ങനെ ഓർത്ത് പോയാൽ എൻ്റെ കഴുത്തിപ്പോൾ മുറിയും തോന്നുന്ന രീതിയിലുള്ള വേദന. അപ്പോൾ അത് നോക്കുമ്പോൾ വേളയാ അല്ല ആരഞ്ചാണല്ലേ. പെട്രോൾ പമ്പ്, ഇനി പെട്രോൾ പമ്പ് സിനോപെക്, ചൈനീസ് ഇൻഫ്ലുവൻസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ പക്ക തമിഴ്നാട്, ചില ഇപ്പം കേരളത്തിൽ നിന്ന് പതിയെ തമിഴ്നാട്ടിലോട്ട് കടന്ന പോലത്തെ ഒരു തോന്നൽ. അനുരാധപുര എന്ന് പറയുന്ന സ്ഥലം ഒരു സിംഹള മെജോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ഈ ഓക്കെ ബിറ്റ് ഓഫ് ബോയിങ് ഹിസ്റ്ററി. ഈ ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതൽ നാളെ ക്യാപിറ്റലായിട്ട് നിന്ന സ്ഥലം ആക്ച്വലി കൊളംബോ അല്ല, അനുരാധപുരമാണ്. അനുരാധപുര അല്ലെങ്കിൽ അനുരാധപുരം എന്ന് പറയപ്പെടുന്ന സ്ഥലം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് എന്തോ ആണ്. അപ്പോൾ ആ സിറ്റി മൊത്തം അവിടെ വെള്ളം വരൾച്ച ഉള്ളൊരു സ്ഥലമാണ് പ്രകൃതിദത്തമായി. പക്ഷെ പ്രകൃതിയെ നശിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ മൊത്തം കുളമുണ്ടാക്കി. അപ്പോൾ അവിടെ ഭയങ്കര ഹരിതാപ ഊഷ്മളതയാണ് കുളമൊക്കെ കാരണം. അത് ഒരു തരത്തിൽ നോക്കിയാൽ പച്ചപ്പെപ്പോഴും നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ആ ഒരു പ്രകൃതിയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു വരണ്ടൊരു ഹാബിറ്റാറ്റാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ലഷ് ഗ്രീനാക്കി. അപ്പോൾ അവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റം, ഈ കുളത്തിൻ്റെ പരിപാടി, അതൊക്കെ ഭയങ്കര വേൾഡ് ഫേമസ് ആണ്. അതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറേ അറിയാം. അപ്പോൾ അനുരാധപുരം ഇങ്ങനെ മാപ്സ് എടുത്തിട്ട് സൂം ഔട്ട് ചെയ്താൽ കുറച്ച് ഒരു മീഡിയം സൂമിൽ പിടിച്ചാൽ ഫുള്ളിങ്ങനെ കുത്തു പോലെ നീല നിറങ്ങൾ കാണാം. കുറേ കുളങ്ങളെല്ലാം മാൻമെയ്ഡാണ്. ഒരുപാട് അവിടെ ഡ്രെയിനേജ് സിസ്റ്റം, അവിടെ ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ ഭയങ്കര വേൾഡ് ഫേമസ്. ഇതൊക്കെ ഐ ടോക്കിംഗ് അബൌട്ട് 1000 വർഷം 1500 വർഷം ഈവൻ ബിഫോർ, അതിനെക്കാട്ടി മുന്നേ ഉള്ള നാളുകളിലൊക്കെ കാര്യമാണ്. അപ്പോൾ അത്രയും നാളുകൾ അവിടെ പല രാജാക്കന്മാർ വന്ന് പല രാജാക്കന്മാർ പലതും ചെയ്ത് അങ്ങനെ അനുരാധപുരമാണ് ശ്രീലങ്കയുടെ ആക്ച്വൽ ക്യാപിറ്റൽ. അത് ഹിസ്റ്റോറിക്കലി. ഈ കൊളംബോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ട് വന്നൊരു ആരെങ്കിലൊക്കെ എന്നെ എടുത്തിട്ട് അടിക്കും ചുമ്മാ ആളോ ബേസ് ഇല്ലാതെ മനസ്സിൽ തോന്നി നോക്കിയിട്ട്. ഞാൻ ഇവിടുന്നൊക്കെ വായിച്ചത് നിങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാനല്ല, ഇതല്ല ഫാക്റ്റ് എന്ന് പ്രൂവ് ചെയ്യാനെങ്കിലും നിങ്ങൾക്കതൊരു പ്രചോദനമാവട്ടെ എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യാണ്. യെസ്, ഇതിൻ്റെ അടിയിൽ പോകണ്ട. കോഴി ഉണ്ടാവേണ്ടതാണല്ലോ അതിൻ്റെ അകത്ത്, കാലിയാണ്. പരലോകത്ത് പോയ കോഴികളുടെ കൂടുമായി എല്ലാവരും. എനിക്ക് 12 കിലോമീറ്റർ കൊണ്ടാണ് സ്റ്റോപ്പ്. എൻ്റെ പൊന്നോ, ആ വണ്ടിയുടെ അടിയിൽ പോയാലേ ആ ചേട്ടനപ്പനെ ലുക്കും. ബാക്കിൽ നല്ല വെയിറ്റ് ഉണ്ടല്ലോ, എൻ്റെ ബാക്കിലുണ്ടല്ലോ ആൾക്കാർ. അല്ലെങ്കിൽ വെറുതെ ഒന്ന് സംശയിക്കായിരുന്നു ഡിക്കിക്ക് എന്തെങ്കിലും ഉണ്ടോ. പക്ഷേ ചാൻസ് മിസ്സായി. വെറുതെ എന്തിനാണ് ചേട്ടാ ഇങ്ങനെ ഇൻഡിക്കേറ്റർ? എന്തെങ്കിലും കാരണമുണ്ട് ഇങ്ങനെ ഫുൾ ടൈം ഇൻഡിക്കേറ്റർ? ശ്രീലങ്കക്കാർക്ക് റൈറ്റ് ഇൻഡിക്കേറ്ററിനോടത് ഇനി എന്തെങ്കിലും കാരണമുണ്ടോ എനിക്കറിയത്തില്ല. ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും പിന്നെ ഒരു ഗ്യാപ്പ്, ഗ്യാപ്പ് ഇസ് മൈൻ, ആ ഗ്യാപ്പ് എൻ്റേതാണ്. എനിക്കായിരുന്നു ആ ഫോൺ. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ചെയ്തത്. ഞാൻ ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ശ്രീലങ്കക്കാർക്ക് എൻ്റെ ബൈക്ക് ഓടിക്കൽ അത്ര ഇഷ്ടപ്പെടുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, അനുരാധപുരം. അപ്പോൾ അനുരാധപുര എന്ന് പറയുന്ന പട്ടി ചാടല്ലേ, ഇവിടെ ഇഷ്ടം നാട്ടിലെ പോലെ തന്നെ പട്ടികളുണ്ട് ചാടാൻ റെഡിയായിട്ട്. ഓടിയൊന്ന് കടിക്കാണ്ടിരുന്ന് മതി കൊണ്ടാറ്. അപ്പോൾ അനുരാധപുരയിൽ പോകണം. അവിടെ ഈ ബുദ്ധന് വെളിപാട് കിട്ടിയ ഒരു ബോധിമരം ഉണ്ടല്ലോ, ആ ബോധിമരത്തിൻ്റെ ഒരു സാപ്ലിങ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒറിജിനൽ ബോധിമരം പോയെങ്കിൽ ഈ സാപ്ലിങ് ഒരു വലിയ മരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ബോധിമരത്തിൻ്റെ ആകെയുള്ള അവശേഷിക്കുന്ന സംഭവം തോന്നി ഇവിടെ. അപ്പോൾ ആ മരം കാണാൻ പോകണം. അത് അനുരാധപുരയിലാണ്. ആ പടമെടുത്ത് ഹരിക്ക് വെച്ച് കൊടുക്കാം. പിന്നെ വേറൊരു ബുദ്ധൻ്റെ ഒരു സ്തൂപയുണ്ട്. ആ സ്തൂപ
കുറേ നാള് സൗത്ത് ഇന്ത്യയിലെ പിരമിഡ് കഴിഞ്ഞ ഏറ്റവും വലിയ സ്ട്രക്ചറായിരുന്നു ആ സ്തൂപം. അത് പിന്നെ എന്തോ അപകടമൊക്കെ പറ്റി കുറേയൊക്കെ തകർന്നു പോയി. ഇപ്പം അതിൻ്റെ പകുതി ഹൈറ്റേ ഉള്ളൂ. ഒരു കാലത്ത് നല്ല വലുതായിരുന്നു. അപ്പോൾ അതും പിന്നെ ഇറിഗേഷൻ സിസ്റ്റം അങ്ങനെ കാണാൻ പോകണം. അതുകൊണ്ട് എനിക്ക് അനുരാധപുരം എത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. മിക്കവാറും ഞാൻ ഈ കാണിക്കുന്ന പരിപാടിക്കൊക്കെ മിക്കവാറും എനിക്ക് വൈറലാവാൻ ചാൻസ് ഉണ്ട്. ശ്രീലങ്കയിൽ നിന്ന് പോയിട്ട് നാട്ടിലെത്തിയിട്ടാവാം ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ശ്രീലങ്ക സർക്കാർ എനിക്ക് പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ റിക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് ഓടുന്ന റിക്ഷ പകരം നന്നായി സ്ഥിരമുള്ള 9.5 kilometers for the bullet fans. കരയാണ് എഞ്ചിൻ കിടന്നത്. എന്നെ പുഴിയല്ലേ എന്നും പറഞ്ഞ് എഞ്ചിൻ കിടന്ന് കരയും. ചില വീട്ടിലും പുഴയിലൊക്കെ പോകാൻ പറ്റും. പശു അലേർട്ട്, പശു ഓൺ ദ റോഡ്. അമ്മ പശു and I need the pashus. No. Okay. So cute pashus, so cute. തമിഴ്നാട് ഈ തമിഴ് ഇതുള്ള പ്രദേശങ്ങളിൽ പശുക്കളെ കാണാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ. നാട്ടുകാർക്കും പശുക്കളോടും ഒരു നമുക്ക് ബൂത്ത് ദേൽത്ത ഹേ. സ്കൂളാണ് അല്ല ഇന്ന് പൊതു അവധിയാണ് നമ്മുടെ ശ്രീലങ്കയിൽ. പൊതു അവധിയുടെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ചു മുമ്പ് വരുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ചു മുമ്പ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആലുവ മണപ്പുറം പോലത്തെ ഒരു സംഭവം ഞാൻ കണ്ടു. അവിടെ കുറേ പേര് പോയിട്ട് മുങ്ങിക്കുളിക്കുന്നു, സ്ത്രീകളും കുട്ടികളും ഒക്കെ. മറ്റേ ലെഷറിന് വേണ്ടിയുള്ള മുങ്ങിക്കുളിയല്ല, ഒരു റിലീജിയസ് പരിപാടി, മതപരമായ ചടങ്ങ് തോന്നിപ്പിക്കുന്ന ഒരു കുളി. മിക്കവാറും മറ്റേ പിതൃക്കൾക്കുള്ള പരിപാടിയായിരിക്കും. നാട്ടിൽ നിന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോളജീസ് ഫ്രോം മൈ ഇഗ്നോറൻസ്. തെറ്റാണ്. അപ്പോൾ അതിൻ്റെ അവധിയാണോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാം വഴിയോരങ്ങളിൽ ഇതുപോലെ തന്നെ ഇവിടെ വഴിയോരങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾ കുറേ ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ നാരങ്ങ വെള്ളവും സർബത്തും നമ്മുടെ പൊരി കോണ് കരിക്ക് തുടങ്ങിയ മുതലായ കുടുംബസമേതം വന്ന് ആസ്വദിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ കാഴ്ചകൾ കണ്ട് ഈ മിറർ ഇങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ട് എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വലത്തോട്ട് എടുക്കുമ്പോൾ എനിക്ക് വണ്ടി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. മറ്റേ നാട്ടിലെ പൾസർ 220 ഓണേഴ്സിൻ്റെ മോഡ് കാണാം. പൾസർ 220 ഓണേഴ്സിന് മാത്രം മിറർ കണ്ടില്ല. അവർ കെട്ടിക്കഴിഞ്ഞാൽ പൾസർ മടക്കി വയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. ഗുഡ് ചെറിയ ഹെൽമെറ്റ്, ഐ ലൈക്ക് ഇറ്റ്. സൂപ്പർ ഡ്രൈവർ. പട്ടികൾ എല്ലായിടത്തും പട്ടികൾ. എന്താണ് പട്ടികൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്? മനസ്സമാഹാരം നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നാട്ടിലുള്ളത്. ഇവിടെ എങ്ങനെയാണോ ശ്രീലങ്ക റാബീസ്, ശ്രീലങ്ക റാബീസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ന്യൂസ് അടിച്ചു കൊടുക്കണം. കുറേ തട്ടമിട്ട കുട്ടികൾ നിൽപ്പുണ്ടല്ലോ. ഇതൊരു മുസ്ലിം മെജോറിറ്റി സ്ഥലമാണോ? കൊളംബോ ആക്ച്വലി സിംഹളയുടെ തലസ്ഥാനമായിട്ട് അന്ന് അറിയപ്പെടുന്നതാണെങ്കിലും കൊളംബോയിൽ ആക്ച്വലിയും തമിഴും സിംഹളയും മുസ്ലിംസ് ഏതാണ്ട് സമാസമാണ് ഒരു ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. സോ ഈ 5.5 കിലോമീറ്റർ. അപ്പോൾ ഞാനപ്പം കുട്രാളം എത്തിയിട്ട് ബാക്കിയുള്ള ഇനിയുള്ള വീഡിയോ നോക്കാം. ഈ പണ്ടൊക്കെ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഹാൻഡ് സ്വിച്ച് ഉണ്ടായാലും ഞെക്കിയാൽ മതിയായിരുന്നു. പിസ്സ ഹട്ടിൽ പോയിട്ട് ആക്കിയല്ലോ ഭക്ഷണം.